പുറത്ത് പന്തലുപണിക്കാര് വന്ന് നിൽക്കുന്നത് നീ കണ്ടില്ലേ? കല്യാണം നിന്റെയാ. ആ ചിന്തയുണ്ടോ നിനക്ക്? മമ്മി എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നമ്മളൊരിക്കലും ടെൻഷൻ അടിക്കാൻ പാടില്ല. ഞാനും മമ്മി ഇവിടെ വെറുതെ ഇരുന്നാ മതി. മാഷ് മാറി നിന്നാ അവരുടെ മോനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി താലി കെട്ടാൻ പറയും. പക്ഷേ എന്റെ ആഗ്രഹം എന്താണെന്ന് മമ്മിക്ക് അറിയാലോ. ബാലൻ മാഷി കല്യാണത്തിന് മുന്നിൽ നിൽക്കണം. അയാള് മുന്നിൽ നിന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അയാൾ ഉണ്ടാവും മമ്മി. മാഷ് കല്യാണത്തിന് വന്നില്ലെങ്കിൽ ആ വീട്ടിൽ എന്താ സംഭവിക്കാന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മാഷ് വരുമെന്ന് നിനക്ക് നല്ല വിശ്വാസമുണ്ട്. പിന്നെ നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? ഞാൻ ആ വീട്ടിൽ കയറി കളി തുടങ്ങിയിട്ട് പോലും പ്രതികരിക്കാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് അയാള്. അതെന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. മാഷ് വെറുതെ ഇരുന്നാലും ചാരു പ്രതികരിക്കും. ഏതെങ്കിലും രീതിയിൽ മാഷും ആകാശും അവളുടെ വാക്ക് കേട്ട് അതുപോലെ അനുസരിക്കുന്നവരാ. ചാരു മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ആരാ മോളെ? ഹേമേ, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. അവിടെ കാര്യമായിട്ട് എന്തോ നടന്നിട്ടുണ്ട്. എടുത്ത് കാര്യം ചോദിക്ക്. ഞാൻ പെട്ടെന്ന് കോൾ എടുത്താ നമ്മുടെ വില പോവില്ലേ? ആ പറ ആന്റി. മോളെ 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 ആഗ്രഹിച്ചതുപോലെ കല്യാണം നടക്കാൻ പോവാ. ഞാൻ ആഗ്രഹിച്ചതുപോലെയെന്ന് വേർതിരിച്ചു പറയാതെ നമ്മൾ ആഗ്രഹിച്ചതുപോലെയെന്ന് പറ. അതന്നെ അതന്നെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ. ആന്റി വലിയ സന്തോഷത്തിലാണല്ലോ. അതെ മോളെ, അയാള് കല്യാണം നടത്തി തരാൻ സമ്മതിച്ചുന്നേ. ഹലോ, മോളെന്താന്നും മിണ്ടാത്തെ? മോക്ക് ഇഷ്ടമുള്ള കാര്യല്ലേ ഞാൻ പറഞ്ഞേ? മാഷിന്റെ ഓഫർ കൊള്ളാം. പക്ഷേ ആരും ഓഫർ വെറുതെ വെക്കില്ലല്ലോ. ഇത്രയും നാളും ഈ കല്യാണത്തിനും എനിക്കും യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് തീരുമാനം മാറാൻ കാരണം എന്താ? ഈ ഓഫറിന് പിന്നിൽ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടാവുമല്ലോ. എന്താ മാഷിന്റെ ഡിമാൻഡ്? ഓ, അതിലത്ര വലിയ കാര്യമൊന്നുമില്ല. ഒരൊറ്റ ചെറിയ ഡിമാൻഡേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് മോളും മോനും കൂടി ഒന്ന് മാറി താമസിക്കണമെന്ന്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. അതിന് ആന്റി എന്താ മറുപടി കൊടുത്തത്? ഞാൻ ഓക്കെ പറഞ്ഞു മോളെ. സോറി ആന്റി, ഈ കല്യാണം ഇവിടെ വെച്ച് നിർത്തിക്കോ. അയ്യോ, ഹലോ മോളെ. ഹലോ, എന്താമേ കോള് കട്ടായോ? അവള് കട്ട് ചെയ്തടാ. അവള് ഞാൻ പറഞ്ഞത് എന്താന്ന് പോലും കേൾക്കാതെ കട്ട് ചെയ്തു. കല്യാണം നിർത്തണമെന്ന് പറഞ്ഞോ? അമ്മയ്ക്ക് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് അവള് ഫോൺ കട്ടാക്കിയില്ലേ? മേഡത്തെ വിളിച്ച് കാര്യം പറയാമ്മ. വിളി, വിളിക്ക്. ഇതൊന്ന് തുറക്ക്. ഓ, എടുക്കുന്നൊന്നുമില്ല. ശേടാ, എന്തിനാ ശ്രേയ ഹേമയോട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞത്? ഞാൻ വിചാരിച്ചതുപോലെ നടന്നു മമ്മി. ചാരു കളി തുടങ്ങി. കല്യാണം നടത്തി തരാന്ന് മാഷ് സമ്മതിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് മാറി താമസിക്കണമെന്ന് ഡിമാൻഡ് വെച്ചെന്ന്. മാഷിന്റെ ഡിമാൻഡ് ഹേമയും മോനും സമ്മതിച്ചു. ഞാൻ ഈ കല്യാണത്തിന് സമ്മതം മൂളിയത് എന്തിനാണെന്ന് അമ്മയും മോനും മറന്നെന്ന് തോന്നുന്നു. ഞാൻ കല്യാണം കഴിക്കുന്നത് തന്നെ ആ വീട്ടിൽ കയറി എന്തും ചെയ്യാനുള്ള ലൈസൻസിന് വേണ്ടിയാ. എന്നാലും നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത് എന്തിനാ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാ അത് അവരംഗീകരിക്കാൻ പോകുന്നില്ല. അമ്മയും മോനും ഓടിക്കതച്ച് ഈ പടിക്കലെത്തും. മമ്മി കണ്ടോ?
രമേശ് ചേട്ടാ, അശ്വ ചേച്ചി കല്യാണത്തിന് പോകുന്നുണ്ടാവും. അല്ല, സീറ്റ് വാങ്ങി തന്ന ശ്രേയോട് നന്ദി കാണിക്കാൻ കല്യാണത്തിന് പോകാതിരിക്കുന്നത് എങ്ങനെയാ? ധനു, നിനക്ക് ഇത്തരം സംശയങ്ങൾ ഉണ്ടാവുമ്പോ എന്നെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കണ്ടേ? എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ സംസാരിക്കണ്ടേ? ആരുടെ മുന്നിൽ വെച്ചായാലും അനുമോളെ ചോദിക്കുന്നതിന് ഉത്തരം പറ. ഞാൻ ഈ കല്യാണത്തിന് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീടുള്ള കാര്യമല്ലേ അമ്മാവ. ആദ്യം അകത്തേക്ക് പോയ വലിയളിയനെയും അപ്പച്ചയും കാണുന്നില്ലല്ലോ എന്നുള്ളതാ. അകത്തെന്തോ ചർച്ചയാ. അതെന്തായിരിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചർച്ചയായാലും എന്താ? കല്യാണത്തിന് രമേശ് ചേട്ടൻ പങ്കെടുക്കുമെന്നങ്ങ് പറഞ്ഞാ പോരെ? ഇവളെന്നെ തല്ലി ഒളിച്ചു കടങ്ങും. രണ്ട് ഗ്രൂപ്പിലും ചാടി നിൽക്കാന്ന് വെച്ചാ അതിനും സമ്മതിക്കില്ലല്ലോ. അമ്മാവ, അപ്പച്ചിയും വലിയളിയനും എന്താ പറയുന്നതെന്ന് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് വരട്ടെ. അതാവുമ്പോ ഒരു തീരുമാനം അറിയാലോ. അവനും അവളും സ്വന്തമായിട്ടൊരു തീരുമാനം എന്നാ എടുത്തിട്ടുള്ളത്? മേലെ നിന്ന് അനുവാദം ചോദിച്ച് ഉത്തരവ് വാങ്ങണം. ആ ചീഫ് എഞ്ചിനീയറുടെ ഉത്തരവ്. അവളുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നവരാണല്ലോ നിന്റെ അപ്പച്ചിയും അളിയനും. അമ്മാവൻ എല്ലാത്തിനെ കുറിച്ചും ദീർഘവീക്ഷണമുണ്ട്. ഈ പഞ്ചായത്തിന്റെ വികസനത്തെ കുറിച്ച് എനിക്കുള്ളതുപോലെയുള്ള ദീർഘവീക്ഷണം. എടാ, പൊന്നിന്റെ അടുത്ത് നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാം. വേറെന്ത് ചെയ്യാനാ? ഫോൺ എടുക്കുന്നില്ലല്ലോ. കല്യാണം വിരൽത്തുമ്പിൽ എത്തിയെന്ന് വിചാരിച്ചതാ. ഓരോരോ പ്രശ്നങ്ങൾ. വാ പോവാം. അമ്മായി പറഞ്ഞാലൊന്നും ശ്രേയ കേൾക്കാൻ പോകുന്നില്ല. സ്വന്തം തീരുമാനത്തിന് മാത്രമേ അവള് വില കൽപ്പിക്കൂ. ആര് തീരുമാനിച്ചാലെന്താ? അവള് സമ്മതിച്ചാ കല്യാണം നമ്മൾ നടത്തി കൊടുക്കും. എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. വല്യളിയോ, ഒന്നും പറയാതെ എങ്ങോട്ടാ? ഇൻ ഓർ ഔട്ട്? കൂട്ടുകുടുംബം വേണോ അതോ അണുകുടുംബം വേണോ? മറുപടി പറഞ്ഞിട്ട് പോളിയാ. മിണ്ടാതിരുന്നോണം. അവര് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ ബാല. അമ്മയുടെയും മകന്റെയും പോക്കിന്റെ സ്പീഡ് കണ്ട ആ പെണ്ണിന്റെ വായിൽ നിന്ന് കണക്കിന് കേട്ടതുപോലുണ്ട്. ഇവിടുന്ന് പോയ വണ്ടി അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കും. എന്നിട്ട് അവളുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കും.